മനോഹരമായ സങ്കീർത്തനം എങ്ങനെ ക്യാപ്സ്യൂളാക്കി പറയണമെന്ന് അറിയാതെ ഞാൻ സ്ട്രഗിൾ ചെയ്യാറുണ്ട്. എഴുന്നേൽക്കാൻ നമുക്ക് ഒരുമിച്ച് 147 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി ആരാധിക്കാം. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയിൽ നാം വായിച്ച ഇതേ സങ്കീർത്തനം തന്നെയായിരുന്നു. നമുക്ക് ചേർന്ന് പാടി അതിനകത്ത് മർമ്മങ്ങൾ, അതിനകത്തെ ആഴങ്ങൾ ഇത്ര അപ്രമേയമായി, ഇറ്റ്സ് അൺബിലീവബിൾ. ദ വേർഡ് ഓഫ് ഗോഡിന്റെ ഡെപ്ത് അതൊന്ന് ധ്യാനിച്ചാൽ നമ്മുടെ ഹൃദയം വളരെ ആശ്വസിക്കും. സമയമില്ലാത്തത് പെട്ടെന്ന് പറഞ്ഞിവിടെ നമ്മൾ പറയാറുണ്ടല്ലോ, ഇത് സങ്കീർത്തനവായന എന്ന് പറയുന്ന കർത്താവിന്റെ മേശയുണ്ടെന്ന്. നമ്മൾ സങ്കീർത്തനവായന നടത്തുന്നത് ചടങ്ങ് തീർക്കാൻ വേണ്ടിയിട്ട് അറിച്ചുരസിക്കല്ല. നമ്മൾ നോക്കുമ്പോൾ വചനത്തിൽ 1-ാം നൂറ്റാണ്ടിൽ ഭക്തന്മാർ കൂടി വന്നപ്പോൾ സങ്കീർത്തനത്തിൽ നിന്ന് പ്രബോധിപ്പിച്ചു, അത് വായിച്ചു, അത് പാടിയെന്ന് നമ്മൾ വായിക്കുന്നതിനാൽ പരിശുദ്ധാത്മാവ് നയിച്ച അതേ നടത്തിപ്പിൽ പോകാൻ നമ്മൾ കൊതിക്കുന്നത് കൊണ്ട് സങ്കീർത്തനങ്ങൾ നമ്മുടെ ആരാധനകൾ വായിക്കാറുണ്ട്. നമുക്ക് 147 സങ്കീർത്തനം എഴുന്നേറ്റ് വാക്യപ്രതിവാക്യമായി പാടി നമ്മെ ആരാധിക്കാം. യഹോവയെ സ്തുതിപ്പിൻ, നമ്മുടെ ദൈവത്തിന്റെ കീർത്തനം പാടുന്നത് നല്ലത്. അത് സ്തുതി അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവിടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവന്റെ വിവേകത്തിന് അന്തമില്ല. സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവിൻ, കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യുവിൻ. അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുന്നു. തന്നെ ഭയപ്പെടുകയും തന്റെ ദൈവം പ്രത്യാശ വെക്കുകയും ചെയ്യുന്നവർ യഹോവ പ്രസാദിക്കുന്നു. അവൻ നിന്റെ വാതിലുകളുടെ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ തന്റെ ആജ്ഞ ഭൂമിയിലേക്ക് അയക്കുന്നു, അവന്റെ വചനം അതിവേഗമോടുന്നു. അവൻ നീർക്കെട്ട കഷ്ണം കഷ്ണമായി എറിയുന്നു, അവന്റെ കുളിർ സഹിച്ചു നിൽക്കുന്നവനാ. അടുത്ത 2 വാക്യങ്ങൾ നമ്മൾ ചേർന്ന് പാടി അവനെ സ്തുതിക്കാം. അവൻ യാക്കോബിന് തന്റെ വചനവും ഇസ്രായേലിന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല, അവന്റെ വിധികളെ അവൻ അറിഞ്ഞിട്ടുമില്ല. യഹോവയെ സ്തുതിപ്പി, നമ്മുടെ വിശുദ്ധകരങ്ങളെ ഒത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ വചനം നമുക്ക് തരുന്ന ദൈവത്തെ കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദിവസത്തിൽ പ്രാർത്ഥനയോടെ ഇരിക്കാം. സമയമില്ലാത്തോണ്ട് പെട്ടെന്ന് ഓടി പറയുക. 3 ഇടങ്ങളിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, പ്രൈസ് ദ ലോർഡ്, യഹോവയെ സ്തുതിപ്പീൻ. അല്ലേ? 1-ാമത്തെ വാക്യം യഹോവയെ സ്തുതിപ്പീൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, സ്തുതി അത് മനോഹരവും സ്തുതി ഉചിതവും. ആമേൻ. ഇന്ന് പകൽക്കാലം 1-ാമതായി ഇങ്ങനെ പറയുക, ആമേൻ, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ സ്തുതിക്കണം, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടണം. That is the best thing to do. അത് നല്ലതാണ്. ആരാധന മുടക്കി വീട്ടിലിരിക്കരുത്, വന്നവന് പാടണം. ബിക്കോസ് അത് നല്ലതാണ്, സ്തുതി ഉചിതമാണ്, അത് ബ്യൂട്ടിഫുൾ ആണ്. ഇന്ന് പകൽക്കാലം അതിന്റെ കാരണമുണ്ട്. അത് പിന്നെ വായിക്കും. 2-ാമത്തെ ഭാഗത്തില് പാടാൻ പറയുന്നത് അമിസ്തോത്രം 7-ാമത്തെ വാക്യം. അമിസ്തോത്രം sing unto Jehovah with thanksgiving. അമിസ്തോത്രം സ്തോത്രത്തോടെ യഹോവയ്ക്ക് പാടുവിൻ. അടുത്തത് കിന്നരത്തോടെ നമ്മുടെ ദൈവത്തിന് കീർത്തനം ചെയ്യും. Sing praises unto the Lord with harp. കാരണമുണ്ട്, വെറുതെ പറയുന്നതല്ല. അവസാനമായിട്ട് 12-ാം വാക്യത്തിൽ പറയുക, ആമേൻ, അമിസ്തോത്രം യെരൂശലേമേ യഹോവയെ പുകഴ്ത്തുക, സിയോനേ നിന്റെ ദൈവത്തെ സ്തുതിക്കുക. അവൻ ഏറ്റവും അവസാനം എന്ന് പറയുക, യഹോവയെ സ്തുതിക്കുക. അവൻ സ്വന്തം ചെയ്യുന്നു. കാരണം ഈ വചനം വളരെ ബ്യൂട്ടിഫുൾ. എനിക്ക് സമയമില്ല പറയാൻ, പിൻ പോയിന്റഡ് ആയിട്ട് പറഞ്ഞു വിടുകയാണ്. അവൻ സ്വന്തം അവിടെ അവൻ ദൈവത്തെ ആദ്യത്തെ വാക്യത്തില് അവൻ സ്തുതി ഉചിതവും മനോഹരമാണെന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല. അവൻ സ്വന്തം അവന്റെ വചനമാണ് കാരണം. അവന്റെ വചനമാണ് കാരണം. അവൻ നയിക്കുന്ന പവർഫുൾ വേർഡാണ് ഇതിന് കാരണം. കാരണം നിങ്ങൾ ശ്രദ്ധിക്കണമേ, 2-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരന് അവൻ പറയുക, അവൻ സ്വന്തം
അവൻ വചനമഴിച്ചു പണിയുന്ന ദൈവമാണ്. അവൻ വചനമയച്ചു പണിയുന്ന ദൈവമാണ്. അതുപോലെ ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ, തള്ളപ്പെട്ടവരെ കൂട്ടിച്ചേർക്കുന്ന ദൈവമാണ്. ഉടമനക സതരിയക്കട രഹസ്യ. അവൻ വചനത്തിന്റെ ഒരു വലിയ ക്രിയയാണ്. നിന്നെ പണിയും. അവൻ കണ്ടത് അതൊന്ന് ഉടയ്ക്കും, നിന്നെ ഉടച്ചാലും അതിനെ പണിയും. പിന്നെ നിന്നെ കൂട്ടിച്ചേർക്കും. ഹല്ലേലൂയ. വചനം അതിനെ കൂട്ടിച്ചേർക്കും. വിവരിക്കാൻ സമയമില്ല, അവിടെ കൊണ്ട് നിർത്തുന്നില്ല. അവൻ മനം തകർന്നവരെ അവൻ എന്ത് ചെയ്യും? സൗഖ്യമാക്കും. ഇന്ന് പകൽക്കാലം വേദനയോടെ വന്നിരിക്കുന്നവരെ, ജീവിതത്തിൽ ഒന്നും തുറന്ന് സന്തോഷിക്കാൻ കഴിവില്ലാത്തവർ, എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാതെ തേങ്ങുന്നവർ നമ്മുടെ മധ്യത്തിൽ ധാരാളമുണ്ട്. ഇന്ന് പകൽക്കാലം അവൻ തന്റെ ജീവനും ചൈതന്യമുള്ള വചനം അയക്കുമ്പോൾ അവിടെ പറയുക സൗന്ദര്യ, അവൻ ആ വചനത്തിന്റെ ആ പവർ കൊണ്ട് അവൻ നമുക്ക് ഹീലിംഗ് തരുന്ന ദൈവം. നമ്മുടെ മനസ്സിന്റെ മുറിവുകളെ അവൻ ജീവിതത്തിന്റെ മുറിവുകളെ ഹീൽ ചെയ്യുന്ന പവർഫുൾ വേർഡ്. ഉടമനക അവൻ ഉടക്കിയ മുറുക്കിയ മാത്രമല്ല, മുറിവ് വെച്ച് കെട്ടി പൊറുപ്പിക്കലൂടെ ചെയ്യുന്ന ദൈവം. അവിടെ പറയുമ്പോൾ നോക്കണം, സ്തോത്രം ചെയ്യുന്നു. അവന്റെ വചനത്തിന്റെ പവർ എന്ന് പറയുന്നത് ഒന്ന്, അവൻ ഹീൽ ചെയ്യുന്ന വചനം. അവൻ നിന്നെ ഇന്ന് പകൽക്കാലം അവൻ ഹീൽ ചെയ്യുന്ന വചനം. അവൻ നിന്റെ മുറിവുകൾ ഉടയ്ക്കും. വചനം നിന്നെ ഉടയ്ക്കും. പക്ഷെ ഒരു കാര്യം, പണിയുകൂടെ ചെയ്യും. ഉടയ്ക്കുക മാത്രമല്ല, പാറ തകർക്കുന്ന ചുറ്റിക മാത്രമല്ല, അവൻ സ്തോത്രം ചെയ്യുന്നു, അതിനെ പണിയുന്ന വചനം കൂടാ. ഇന്ന് പകൽക്കാലം പലപ്പോഴും നിങ്ങൾ പോകുന്ന പല കഷ്ടങ്ങളും, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങൾ എന്തിനാണെന്നറിയാമോ? നമ്മുടെ ദൈവത്തെ നമ്മൾ ഉദ്ധരിപ്പാൻ കഴിവില്ലാഞ്ഞിട്ടല്ല. ചില മേഖലകളില് കർത്താവ് ആഗ്രഹിക്കുന്ന അളവിൽ യു ആർ നോട്ട് ഗ്രോയിങ് അപ്പ്. ഞാൻ വളരുന്നില്ല, നമ്മൾ അവന്റെ പണിക്കനുസരിച്ചാകുന്നില്ല. അപ്പോൾ ചിലപ്പോൾ അവൻ നിന്നെ ഉടച്ചാലും നിന്റെ ദുഃഖങ്ങളെ അവൻ ആശ്വസിപ്പിക്കുന്ന ദൈവം. അപ്പോൾ നോക്കണം, അടുത്തതായിട്ട് താഴെ വായിക്കുമ്പോൾ അവന്റെ വചനത്തിന്റെ സസ്റ്റൈനിങ് പവർ, ഒന്നാമത്തെ ഹീലിംഗ് പവർ. അവൻ ഹീലിംഗ് പവർ എന്ന് പറയുമ്പോൾ ഓർത്തോണം, അവൻ തന്നെ വചനമയച്ച് ഉടയ്ക്കാം, നിന്നെ തകർക്കാം. എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ ഇഷ്ടത്തിനനുസരിച്ചാകാൻ. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികൾ, നിങ്ങളുടെ ജീവിതത്തിൽ അവൻ ചില ഉയർത്തി നിങ്ങൾക്ക് പ്രതികൂലമായി നിർത്തിയിരിക്കുന്ന ഒക്കെയും നാഥനോട് നിന്നെ അടുപ്പിക്കാനും നിന്റെ ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കാൻ, കർത്താവേ ഞാൻ അടുക്കേണ്ട പോലെ ആയിട്ടില്ലയോ. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, അവൻ ഒരു മനുഷ്യന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവനോട് പണങ്ങിയിരിക്കുന്നവരെ കൂടെ അവൻ അനുകൂലമാക്കും. കർത്താവിന്റെ വചനം ഭൂഷ് പറയത്തില്ല. ഇന്ന് പകൽക്കാലം നോക്കണം, ചിലരെ നിന്റെ ജീവിതത്തിൽ കൊണ്ടിയായി നിർത്തിയിരിക്കും. നിന്റെ സഹോദരങ്ങളെ, രക്തബന്ധങ്ങളെ, വീട്ടിലെ പ്രശ്നങ്ങൾ ഉയർത്തു നിർത്തി നിന്നെ ഒന്ന് പണിയാൻ, നിന്നെ ഒന്ന് ഉടയാൻ, നീ ഒന്ന് ശ്രദ്ധിക്കാൻ, നീ ചില കാര്യങ്ങൾ ആത്മാവിലൊന്ന് വിവേചിച്ചറിഞ്ഞിട്ട് അവൻ കർത്താവിനോട് അടുത്തു വരാൻ. എന്തിനാ? നീ ആ വചനം നിന്നെ ഉടച്ചിട്ട് നീ അവന്റെ അടുത്ത് ചെല്ലുമ്പോൾ ആ വചനം കൊണ്ട് നിന്നെ സൗഖ്യമാക്കാൻ. കാരണം അവിടെ പറയുന്നു, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു, അവരുടെ മുറിവുകളെ അവൻ കെട്ടുന്നു. അവൻ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ അടുക്കവ വചനം നിന്നെ മുറിവ് കെട്ടും. മുറുക്കിയ മാത്രമല്ല, ഉടക്കിയ മാത്രമല്ല, മുറിവൂടെ കെട്ടും. തീർന്നില്ല, അടുത്ത വചനം സസ്റ്റെയിൻ ചെയ്യുന്ന വചനം, നിന്നെ താങ്ങുന്ന വഹിക്കുന്ന വചനം. അത്ഭുതമാണ് അവന്റെ വചനം. നോക്കൂ, അവിടെ പറയുമ്പോൾ ഒരു കാര്യം നോക്കണേ. അവൻ അവിടെ പറയുക, നക്ഷത്രങ്ങൾക്ക് പേര് വിളിക്കുന്ന ദൈവം. ഇപ്പോൾ സ്റ്റാർ രജിസ്ട്രി ഉണ്ട്. നിങ്ങളുടെ പേര് നക്ഷത്രത്തിന് കൊടുക്കണം. കാരണം എണ്ണിയാ തീരാത്ത നക്ഷത്രങ്ങളാ ആകാശത്തിൽ, ഗഗനത്തില്. അവൻ അതിൽ നല്ലൊരു ശതമാനത്തിന് പേരില്ലെന്ന ഇവരെ പൊട്ടന്മാരുടെ വിചാരം. എന്നാൽ ദൈവം എത്രയോ മുമ്പ് പേരിട്ട് കഴിഞ്ഞു. സത്യം പറഞ്ഞാല് ഈ സ്റ്റാർ രജിസ്ട്രി എന്ന് പറഞ്ഞ കാര്യം തന്നെ ശരിയല്ല. കാരണം സ്റ്റാറിന് ഓൾറെഡി ദൈവം എന്തിരിക്കുക, പേര് വിളിച്ചിരിക്കുന്നു. അങ്ങനെയല്ലേ ബൈബിള് പറയുന്നത്, അല്ലേ? അവിടെ പറയുക, അവൻ സ്വന്തം ചെയ്യുന്ന അവൻ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നു. ഭൂമിയിലുള്ള നിങ്ങൾക്ക് അതിനെ എണ്ണിത്തികക്കാൻ കഴിയത്തില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന് അറിയാം അവന്റെ നക്ഷത്രങ്ങളുടെ എണ്ണം. മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ബ്ലാക്ക് ഹോളിലേക്ക് പോയിട്ട് സിപ്രി എന്ന നക്ഷത്രങ്ങളെ പോലും അവൻ അറിയുന്ന ദൈവം. അവൻ പുതുതായി രൂപം കൊള്ളുന്ന നക്ഷത്രങ്ങളെ പോലും അറിയുന്ന ദൈവം. അവയ്ക്ക് പേര് വിളിക്കുന്ന ദൈവം. അവിടെ പറയുമ്പോൾ നോക്കണം, സ്തോത്രം, നമ്മുടെ കർത്താവ് എങ്ങനെയുള്ളവനാ? വലിയവനും ശക്തിയേറിയവനുമാകുന്നു. അവൻ ജ്ഞാനത്തിനും വിവേകത്തിനും there is no limit. എന്ന് പകൽക്കാലം ഓർത്തോ, നീ ആരെയാ അറിയുന്നത്? അവൻ വചനമാകുന്ന ദൈവത്തെ അറിയാമോ? അവൻ വചനത്താൽ സകലത്തെയും ഉളവാക്കിയല്ലേ? അങ്ങനെ ബൈബിൾ പറയുന്നത്. അവൻ ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന വചനം. വരുത്തുക മാത്രമല്ല, അതിനെ താങ്ങുന്ന നിർത്തുന്ന വചനം. അവൻ നക്ഷത്രങ്ങൾക്കൊക്കെയും പേർ വിളിക്കുകയും ഹല്ലേലൂയ അവയെ ബലമുള്ള കരങ്ങൾ കൊണ്ട് താങ്ങുകയും അവരുടെ എണ്ണം സംഖ്യ നോക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ബുദ്ധി നിങ്ങൾക്കറിയാമോ? ആ ജ്ഞാനത്തിനും വിവേകത്തിനും അന്തമില്ല. ഇന്ന് പകൽ നീ വന്നിരിക്കുന്ന എവിടെയാണെന്നറിയാമോ? സർവജ്ഞാനിയായ ദൈവത്തിന്റെ മുമ്പില്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ നിന്റെ പണി എടുക്കരുത്. നീ ഒത്തിരി കാര്യങ്ങൾ നിന്റെ ബുദ്ധി കൊണ്ട് ചെയ്യുക, പക്ഷെ നമ്മൾ അട്ടർ ഫെയിലിയർ ആയിട്ട് മാറും. പോകല്ലേ. കാരണം അവിടെ പ്രത്യേക കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്, അവൻ സ്വന്തം ചെയ്യുന്ന കർത്താവ് വലിയവനും അവൻ സ്വന്തം ചെയ്യുന്ന അവന്റെ വിവേകത്തിന് അന്തമില്ലാത്തത് കൊണ്ട് ഒരു കാര്യം അവൻ നോക്കുന്നത് ഹംബിൾനെസ്.
താഴ്മയില്ലാത്തവനെ ദൈവത്തിന് ഇഷ്ടമല്ല. നെഗളുകളെ അവന്റെ ഹൃദയം എന്ത് ചെയ്യുന്നു? അവൻ വെറുക്കുന്നു. അതുകൊണ്ട് താഴ്മയുള്ളവനെ അവൻ എന്ത് ചെയ്യും? ഉയർത്തും. ഇന്നത്തെ നിന്റെ ഡൗൺവേർഡ് സ്റ്റേറ്റിൽ നിന്ന് നിന്നെ ഉയർത്തും. നിഗളം എപ്പോഴും വീഴ്ചയ്ക്ക് മുമ്പ് പോകും. അത് കൂടുതലുള്ളത് ദൈവമക്കൾക്കാണ്. മറന്നു പോകല്ലേ അവൻ ചോദ്യം. കാരണം അവൻ ഉന്നത സ്ഥലങ്ങളിൽ ദൈവത്തോട് ചേർന്ന ഇടങ്ങളിലാണ് നിഗളം ആദ്യം വെളിപ്പെട്ടത്. പിശാചിന്റെ മധ്യത്തിൽ. പിശാച് അതുവരെ നിഷ്കളങ്കനാണ്. ഇതുവരെ ദൈവത്തോട് പോലെയാകുന്നൊരു ചിന്ത. കാരണം അവൻ ആ ഹോളിനെസ്സും അവന്റെ സ്വർഗത്തിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആകെപ്പാടെ ഒരു ഇതുള്ള ദൈവം കൂടെ ഉള്ളൂ. അവൻ പറഞ്ഞു, ഐ വിൽ ബിക്കം ലൈക്ക് ഹിം. അവിടെ വെച്ച് വെട്ടേറ്റ് വീഴുവാനിടയായി. ഇന്ന് പകൽക്കാലം ഓർത്തോ, ദൈവമക്കളെ നീ വിശുദ്ധി കൂടിയെന്ന് വിചാരിക്കും ഓർത്തോ, പരാജയം അവിടെ കിടക്കുകയാണ്. ഇന്ന് പകൽക്കാലം അവൻ താഴ്മയുള്ളവനെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ദുഷ്ടന്മാരെ അവൻ നിലത്തോളം താഴ്ത്തും. ഇന്ന് പകൽക്കാലം വചനം കേട്ടിട്ടും രൂപാന്തരപ്പെടാതെ നിന്റെ അഹങ്കാരത്തിന് പോയാൽ God will humble you down, bring you down to the earth. നീ തലകുത്തി ശ്രമിച്ചാലും ഒരു വഴി തുറക്കത്തില്ല. ഇന്നലെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ഈ സിറ്റിയിലേക്ക് വരുമ്പോൾ തന്നെ 1998 എനിക്കെന്ന വചനം എന്ന് പറയുന്നത് ഫിലഡൽഫിയ ചർച്ചിനുള്ള മെസ്സേജ്. ആ വചനം അയച്ച് തന്നാണ് ചാറ്റനഗർ ടെന്നീസിലേക്ക് അയക്കുന്നത്. ഇവിടെ ഒരു വാതിൽ വെച്ചുകൊണ്ട് ആർക്കും അടച്ചുകൂടാ. അവൻ ആർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. അവൻ സ്വന്തം ചെയ്യുന്നു. ഹല്ലേലൂയ. അവിടെ പറയുമ്പോൾ പറയാം, ഡേവിഡിന്റെ താക്കോലുള്ള ദൈവം. ആ ദൈവം തുറന്നാൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല? അടയ്ക്കാൻ പറ്റില്ല. ഏത് പിശാച് തലകുത്തി മറന്നാലും നിനക്ക് വേണ്ടി ദൈവം വാതിൽ ഓപ്പൺ ചെയ്താൽ nobody can shut it. പക്ഷെ ഒരു കാര്യം, അവൻ നീ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവവഴികൾ നടക്കാതെ പോയാൽ if he locks, എത്ര മണ്ടയ്ക്ക് നിനക്ക് വലിയ മന്ത്രിതലത്തിൽ ബലമുണ്ടെങ്കിലും ഒറ്റ വാതിൽ തുറക്കാൻ പറ്റത്തില്ലെന്ന് പരിശുദ്ധാത്മാവെന്ന് പറയുക. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ അവിടെ പറയുമ്പോൾ ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്. അവൻ ഒരു കാര്യം ഇഷ്ടമല്ലാത്തൊരു കാര്യമാ. അവൻ പുരുഷന്റെ ഉരുക്കളില് അവൻ എന്ത് ചെയ്യുന്നില്ല? സാധിക്കുന്നില്ല. അവന്റെ ട്രിക്കുകളില് അവൻ സ്വന്തം മനുഷ്യബലത്തിൽ. അത് എത്രാമത്തെ വാക്യമാണ് അവിടെ നമ്മൾ വായിക്കുന്നത്? അവൻ സ്വന്തം ചെയ്യുന്ന അശ്വബലത്തിൽ. നോക്കണം, അവൻ അനേക മനുഷ്യരുടെ വിചാരം ഞങ്ങൾക്ക് ഇന്നൊക്കെ ഉണ്ടെങ്കിൽ 10ാമത്തെ വാക്യമാണ്. Amen. കുതിരകൾ ഉണ്ടെങ്കിൽ, if I have those things, those businesses, those money, who can do anything to me? കുഞ്ഞെ, നിന്റെ പണത്തിനോ നിന്റെ ബിസിനസ്സുകൾക്കോ ഒന്നും നിന്നെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. നിന്റെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ കൂട്ടുകാർക്കോ നിന്നെ ബ്ലസ് ചെയ്യാൻ പറ്റത്തില്ല. നീ വിചാരിക്കുന്ന അവരെല്ലാം ഉണ്ടോണ്ട് നീ ഓക്കെയാണ്. ഇല്ല, അവരായിരിക്കും നിന്റെ പരാജയം എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം നിനക്ക് ജയം തരാൻ കഴിവുള്ളത് ദൈവം മാത്രമാ. അവന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിന് ലിമിറ്റേഷൻസ് ഇല്ല. ഇന്ന് പകൽക്കാലം നീ അവനെ വിട്ട് ഓടല്ലേ. നീ അവനെ വിട്ട് അകന്നിരിക്കുന്നിടത്തോളം കാലം നീ ബോധമില്ലായ്മ മാത്രമേ കാണിക്കത്തുള്ളൂ. അത് നിനക്ക് അനർത്ഥവും അത് വളരെ അപകടവുമാ. നീ ഓടിവാ അവന്റെ അടുക്കൽ, അവന്റെ സന്നിധിയിൽ വാ. ബൈബിൾ പറയുന്നു, അവൻ അശ്വബലത്തിൽ അവന് ഇഷ്ടമില്ല. അവൻ അടുത്ത പറയുകയാണ്, അവൻ അത് പുരുഷന്റെ ഉരുക്കളില്. He taketh no pleasure in the legs of man. മനുഷ്യന്റെ വഴികൾ, അവന്റെ ജ്ഞാനം, അവന്റെ ചിന്തയിൽ he takes no pleasure. ഇന്ന് പകൽക്കാലം നീ നിന്റെ ബുദ്ധിയിൽ ഓടുന്ന ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവേ, God takes no pleasure in it. ഇന്ന് പകൽക്കാലം വചനത്തിൽ നീ ചെയ്യുകയും വചനത്തെ അനുസരിക്കുകയും ചെയ്താൽ അവൻ സ്വപ്നം ചെയ്യുന്ന അവന്റെ അണ്ടർസ്റ്റാൻഡിങ് നീ അറിയും. ദൈവത്തിന്റെ മഹിമയെ അറിയും. അടുത്തത്, ദൈവം സസ്റ്റെയിൻ ചെയ്യുന്ന ദൈവമാ. നക്ഷത്രങ്ങളെ അവൻ സസ്റ്റെയിൻ ചെയ്യുന്നു. താഴോട്ട് വായിക്കുമ്പോൾ ഹല്ലേലൂയ, അവന് മഴ പെയ്യിക്കുന്നു. അവന്റെ വചനം വേഗമോടുന്നു. അവൻ മഴ പെയ്യിക്കുന്നു, ഭൂമിക്ക് നനവ് കൊടുക്കുന്നു. എന്തിനാ? വിശേഷമായ ഗോതമ്പ് കൊണ്ട് അവൻ തന്നിൽ ആശ്രയിക്കുന്ന ജനത്തെ തൃപ്തരാക്കാൻ തക്കവണ്ണം സസ്റ്റെയിൻ ചെയ്യുന്നവർ, ഒന്ന് ഹീൽ ചെയ്യുന്ന അവൻ വേർഡ്. അവൻ തകർത്തുടച്ച മനസ്സിനെ അവൻ പണിയുന്ന ഹീൽ ചെയ്യുന്ന വേർഡ്. രണ്ട് സകലത്തെയും സസ്റ്റെയിൻ ചെയ്യുന്ന അവൻ ഒരു വേർഡ്. ഈ വചനത്തിന്റെ പവർ എന്ന് പറഞ്ഞ അത്ഭുതാവഹമാ. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തെ സ്തുതിക്ക്, ദൈവത്തെ ആരാധിക്ക്, ദൈവത്തെ മഹത്വപ്പെടുത്ത് അവൻ സ്വന്തം ചെയ്യുന്നു. ഹല്ലേലൂയ. അവിടെ അവന്റെ ആ സസ്റ്റെയിനിങ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോണേ. അവിടെ പറയുക, അവൻ സ്വന്തം ചെയ്യുന്നു. അതിന്റെ 13ാമത്തെ വാക്യത്തില്, അവൻ നിന്റെ വാതിലുകളുടെ അവൻ ഓടാമ്പലുകളെ ഉറപ്പിച്ച് നിന്റെ അകത്ത് നിന്റെ മക്കളെ എന്ത് ചെയ്യും? ശത്രു നിന്റെ വീട്ടിനകത്ത് തുറന്നു കയറാതെ, നിനക്കുള്ളവന് എടുത്തുകൊണ്ട് പോകാൻ സമ്മതിക്കാതെ, അവൻ അറ്റാക്ക് ചെയ്ത് അവൻ ജനങ്ങൾ കൂടി വാതിൽ കൂടി കയറാൻ നോക്കുമ്പോൾ അകത്തുനിന്ന് ഓടാമ്പലുകളെ ഉറപ്പിക്കുന്ന ദൈവം, പവറായി നിന്നെ കാക്കുന്ന ദൈവം, നിന്നെ സസ്റ്റെയിൻ ചെയ്യുന്ന ദൈവം, നിന്റെ കുടുംബ ജീവിതത്തെ സസ്റ്റെയിൻ ചെയ്യുന്ന ദൈവം, നിന്റെ മക്കളെ, നിന്റെ ആരോഗ്യത്തെ, അവൻ നിന്റെ ആത്മീക ജീവിതത്തെ പിശാച് പാപത്തിൽ കുരുക്കി നിന്നെ തകർക്കാൻ അവൻ അകത്ത് വന്ന് നിന്റെ ഉള്ളത്തിൽ വന്ന് പാപചിന്തകളെ വിട്ട് നിന്നെ പാപത്തിന് കുരുക്കാൻ നോക്കുമ്പോൾ അവൻ അകത്തേക്ക് വന്നിട്ട് നിന്റെ ശരീരം
ശരീരം ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവിൽ വസിക്കുന്നുവെന്നും അവൻ വചനം പറയുമ്പോൾ ആ ദൈവാത്മാവ് നിന്റെ ശരീരം വിട്ട് പോകത്തൊക്കെ അകത്തേക്ക് നുഴഞ്ഞു കയറി പാപത്തെ നിന്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ദൈവസാന്നിധ്യത്തെ പുറത്താക്കാൻ പിശാച് നോക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന അത്ഭുത വചനം അതകത്തോട്ട് ചെന്നിട്ട് അവൻ ഓടാമ്പലുകളെ ഉറപ്പിക്കും. ശത്രു നുഴഞ്ഞു കയറാൻ സമ്മതിക്കാതെ അവൻ ഓടാമ്പലുകളെ ഉറപ്പിച്ചിട്ട് നിന്റെ മക്കളെ അനുഗ്രഹിക്കും. നിന്റെ അകത്തുള്ളതിന് നിന്റെ നന്മകളെ ശത്രു പിടിച്ചുകൊണ്ട് പോകാതെ സസ്റ്റെയിനിങ് അവൻ വേർഡ്, പവർഫുൾ വേർഡ് അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ ആജ്ഞ കൊടുക്കുന്നു, അവന്റെ കമാൻഡ് ഓടുകയെ എന്ന് പകൽക്കാലം ആർക്കു വേണ്ടി? അവനെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അവൻ സ്വന്തം അവൻ ആജ്ഞ കൊടുക്കുന്നു. അവന്റെ വചനം എങ്ങനെ ഓടുന്നു? അതിവേഗം ഓടുന്നു. ബൈബിൾ പറയുന്നു, അയച്ച പ്രവൃത്തി തികയ്ക്കാതെ അവന്റെ വചനം എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. ഇന്ന് ആരാധനയ്ക്ക് നീ ഇരിക്കുമ്പോൾ സമർപ്പിതാവേ, നിന്റെ കൽപ്പനയാകുന്ന വചനത്തെ അയക്കണമേ. എന്റെ ഭാര്യയ്ക്ക് സൗഖ്യം വേണം, എന്റെ മക്കൾക്ക് സൗഖ്യം വേണം, എനിക്ക് സൗഖ്യം വേണം, എന്റെ വിഷയങ്ങൾക്ക് വിടുതൽ വേണമെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരത്ഭുത വചനം. അടുത്തതായിട്ട് ഏറ്റവും അവസാനത്തെ ഒരു കാര്യം കൂടെ അവിടെ പറയാ യെരൂശലേമേ, ഇസ്രായേലിലെ ദൈവത്തെ എന്ത് ചെയ്യുക, സ്തുതിക്കുക. കാരണം എന്താണെന്നറിയാം, അവസാനത്തെ വാക്യങ്ങള് അവൻ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ട സമയമില്ല. അവസാനത്തെ വാക്യങ്ങൾ ഇങ്ങനെയാ പറയുന്നത്, അവൻ സ്വന്തം ചെയ്യുന്നു, അവൻ തന്റെ വചനം അയച്ച് അവയെ ഉരുക്കുന്നു, കാറ്റടിപ്പിച്ച അവസാന രണ്ട് വാക്യങ്ങള്, അവൻ യാക്കോബിന് തന്റെ വചനങ്ങളും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തിയിരിക്കുന്നു. അവൻ ഈ വചനത്തിന്റെ ഒരു പ്രത്യേകത, ഈ ലോകത്തിൽ അനേകര് വെളിപ്പാടില്ലാത്ത ബൈബിൾ പറയാ ജനം ക്രമം കെട്ടി നടക്കുന്നു. ഈ വചനം കറക്ഷൻ കാണിക്കാതെ അവർ തോന്നിയതുപോലെ പോകും. എന്നാൽ തന്റെ ജനത്തിന് വചനം കൊടുത്തിട്ട് ഇന്ന് പകൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജാതികളിൽ ശ്രേഷ്ഠമായ ജാതി ഇസ്രായേൽ. കാരണം എന്താണെന്നറിയാമോ? അവന് ന്യായ പ്രമാണമുണ്ട്. ഇന്ന് പകൽക്കാലം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ജാതികളിൽ ശ്രേഷ്ഠരാണ് പുതിയ നിയമ ഇസ്രായേൽ. കാരണം എന്താണെന്നറിയാമോ? ചുമ്മാ പള്ളിയും പ്രമാണവും അവൻ പട്ടത്തോ അല്ലെങ്കിൽ പാരമ്പര്യമല്ലോ, അവന് വചനമുണ്ട്, അവന് വചനമുണ്ട്. അതുകൊണ്ട് മറ്റുള്ള കുടിയന്മാർ കുടിക്കുന്ന പോലെ കുടിച്ച് ജീവിക്കാത്തത്, മറ്റുള്ള കുടിയന്മാർ പോകുന്ന പോലെ പോകാത്ത എന്താണെന്നറിയാമോ? പ്രമാണമുണ്ട്. ഇസ്രായേൽ മറ്റു ജാതികളെ പോലെ ചെയ്യാത്തതെന്ന് ഗ്യാസെ അറ്റാക്ക് ചെയ്യുമ്പോഴും അവർക്ക് ചെയ്യാൻ പറ്റും നോക്കി അവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, പല കാര്യങ്ങൾ അറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ലോകം പറയുന്നു അവൻ സ്വന്തം ചെയ്യുന്നു. ജനസൈഡ് ചെയ്യാൻ അവർക്ക് എന്താ പ്രയാസം? ഒരു കാറ്റ് കൊടുത്താൽ പോരെ, തകർക്കാൻ എന്താ അവർക്ക് പ്രയാസം? അതല്ല, എപ്പോഴും നീതി വിട്ട് ചെയ്യാത്ത ഒരു ജാതി അവൻ സ്വന്തം രാജ്യത്തെ നിങ്ങൾ നയിക്കുമ്പോൾ ഇതുപോലെ പ്രതിസന്ധിയിൽ അകപ്പെട്ടാൽ യു കെൻ ഡു നത്തിങ്, ഒന്നും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല. അല്ലെങ്കിൽ രാജ്യം തകരാൻ നീ സമ്മതിക്കണം. എന്നാൽ ആ ജാതിക്ക് ദൈവം പ്രമാണം കൊടുത്തിരിക്കുന്ന ഒരു ജാതിയ, പ്രമാണം വിട്ട് അവന് ചെയ്യാൻ കഴിയുകയില്ല. ഇതുപോലൊരു ശ്രേഷ്ഠ ജാതി വേറെ എന്തുണ്ട്? എന്ന് പകർക്കാൻ ദൈവമക്കളെ, നമ്മളെ പോലൊരു ശ്രേഷ്ഠ ജാതി വേറെ ആരുണ്ട്? ഈ വചനം നമുക്ക് തന്ന, അവൻ നമ്മെ നടത്തുന്ന അത്ഭുതകരമായ വെളിപ്പാടുകളാൽ നമ്മെ നടത്തുന്ന ശ്രേഷ്ഠ ജാതി ഇന്ന് പകല് റിവീൽ ചെയ്യുന്ന വചനം. നാളെ ഇരുട്ടിൽ നീ തപ്പിത്തടയുമ്പോൾ മകനെ വഴിയിലാകുന്നു, ഇതിലെ നടന്നുകൊള്ളുക വെളിപ്പാട് തന്ന് വിളിച്ചു തന്ന് നമ്മെ നടത്തുന്ന അത്ഭുത വചനം. ഈ വചനത്തിന് മുമ്പാകെ നമുക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം.